ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും അത് നടന്നിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വാർത്തയോടെയായിരുന്നു ഇന്നലത്തെ ദിവസം രാത്രി അവസാനിക്കുന്നത്. നാടിൻ്റെ നൊമ്പരമായി ഒരു 3.5 വയസ്സുകാരി ഒരു കുഞ്ഞ് മാറിയത് ഇന്ന് രാവിലെ ആ വാർത്തയോടെയാണ് നമുക്ക് ദിവസം തുടങ്ങേണ്ടി വരുന്നത്. എറണാകുളം തിരുവാങ്കുളത്ത് നിന്ന് കാണാതായ 3 വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തി. 8.5 മണിക്കൂർ നീണ്ട തെരച്ചിലിനൊടുവിൽ ആലുവ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നാണ് മൃതദേഹം കിട്ടിയത്. കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞതാണെന്ന് അമ്മ മൊഴി നൽകിയതോടെ ഇന്നലെ രാത്രി ഒരു അസാധാരണമായ തെരച്ചിലാണ് കുഞ്ഞിന് വേണ്ടി നടത്തിയത്. അമ്മയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി. ആജ്ഞ, ഇന്നലെ രാത്രി ഒരു 11:30 കിടക്കാൻ പോകുമ്പോൾ പോലും ഈ തെരച്ചിൽ നടക്കുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ജീവനോടെ കിട്ടും, എവിടെയെങ്കിലും ഈ കുഞ്ഞുണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അവിടെ ഈ മൂഴിക്കുളം ഭാഗത്ത് തെരച്ചിൽ നടത്തുമ്പോൾ ഒരുപക്ഷെ ബാക്കിയുള്ളവർക്ക് കുഞ്ഞ് അവിടെ തന്നെ ഉണ്ട് എന്നൊരു ധാരണ വരുമ്പോൾ പോലും നമ്മളെപ്പോലുള്ള സാധാരണക്കാരൊക്കെ ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ എല്ലാ പ്രതീക്ഷകളും അസ്ഥാനത്തായി മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ? ശ്രീജ സൂചിപ്പിച്ചതുപോലെ ആദ്യം ഈ കേസ് ഒരു മിസ്സിംഗ് കേസായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതും. അങ്ങനെയായിരുന്നു. നമ്മളെല്ലാവരും അത്തരത്തിലാണ്. അതായത് അമ്മയ്ക്ക് മാനസിക അസ്വാസ്ഥ്യം ഉണ്ടെന്നുള്ള ആ പോലീസിന്റെ ആദ്യത്തെ നിഗമനത്തിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ എവിടെ വെച്ച് യാത്രയിൽ നഷ്ടപ്പെട്ടതായിരിക്കാം, എവിടെയെങ്കിലും നിർത്തിയിട്ട് മറന്നുപോയതായിരിക്കാം എന്നൊക്കെ ആയിരുന്നു കരുതിയിരുന്നത്. പക്ഷെ CCTV ദൃശ്യങ്ങളാണ് അതിൽ കൂടുതൽ വ്യക്തത വരുത്തിയത്. ആദ്യത്തെ ഒരു ദൃശ്യത്തിൽ അമ്മയും കുഞ്ഞും കൂടി പോകുന്നു. പിന്നീട് കിട്ടിയ ഒരു ദൃശ്യത്തിൽ അമ്മ മാത്രമാണ് പോകുന്നത്. പോലീസ് ചോദ്യം ചെയ്യുന്ന മോഡ് മാറ്റി പിടിച്ചപ്പോഴാണ് അമ്മ അതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നത്. മൂഴിക്കുളം പാലത്തിൽ നിന്നും പുഴയിലേക്ക് കുഞ്ഞിനെ എടുത്തെറിഞ്ഞ ശേഷം താൻ തിരിച്ചു വന്നു. അതായത് കുഞ്ഞിനെ കൊല്ലാൻ തന്നെയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുകയായിരുന്നു അമ്മ. തുടർന്നാണ് അമ്മയെ കുറെ സമയം പോലീസിന്, അതായത് ആലുവ റൂറൽ പരിധിയിലുള്ള, എറണാകുളം റൂറൽ പരിധിയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും മിസ്സിംഗ് കേസ് എന്നുള്ള നിലയിൽ ഇത്തരത്തിൽ കുഞ്ഞിനെ കണ്ടെത്താനുള്ള മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. അത് സിറ്റിയിലേക്ക് വ്യാപിപ്പിക്കുന്നുണ്ട്. നാട്ടുകാർ ഉൾപ്പെടെ തെരച്ചിലേക്ക് ഊർജിതമായി ഇറങ്ങുന്നുണ്ട്. അത്തരത്തിലൊക്കെ പോകുമ്പോഴും അമ്മ കുഞ്ഞിനെ മിസ്സായി എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഈ വ്യക്തത വന്നതോടുകൂടി അമ്മയുടെ വാക്ക് കേൾക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ അപ്പോൾ പോലീസുകാർക്ക് ഉണ്ടായിരുന്നില്ല. അതനുസരിച്ചിട്ടാണ്, കാരണം അമ്മ മൊഴിയുടെ വൈരുദ്ധ്യം ഭയങ്കര പ്രശ്നമുണ്ടാക്കിയിരുന്നു. പോലീസിനെ, അന്വേഷണത്തെ ഭയങ്കരമായിട്ട് ബാധിച്ചിരുന്നു. പോലീസിനെ വല്ലാതെ ആശയക്കുഴപ്പത്തിലാക്കിയിരുന്നു അമ്മ ആദ്യഘട്ടത്തിലൊക്കെ. അത് കഴിഞ്ഞ ശേഷമാണ് ഈ പുഴയിൽ ഇറങ്ങി എന്ന് പറയുമ്പോൾ പിന്നീട് ഒന്നും ചിന്തിക്കാതെ നാട്ടുകാരും പോലീസുകാരും ബന്ധുക്കളും ഒക്കെ മൂഴിക്കുളം പാലത്തിലേക്ക് ഓടുകയായിരുന്നു. ആ പാലത്തിന്റെ പുഴയിൽ ഇറങ്ങി, അതായത് ആ സമയത്ത് വലിയ മഴ പെയ്യുന്നുണ്ട്. ആ പ്രതിസന്ധികളെ എല്ലാം അവഗണിച്ച് പ്രാദേശിക നീന്തൽ സംഘങ്ങളെയൊക്കെ സഹായം തേടി ഫയർഫോഴ്സ് എത്തി. ആ തെരച്ചിലിനൊടുവിലാണ് 8.5 മണിക്കൂറിന് ശേഷമാണ് കുഞ്ഞിനെ കണ്ടെത്തുന്നത്. ഇന്നലെ 3:30 മുതൽ 7:30 വരെയുള്ള സമയത്തിനിടയ്ക്കാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നത്. എന്തായാലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അമ്മയ്ക്ക് ഗാർഹിക പീഡനത്തിന് അമ്മ ഇരയായിരുന്നു എന്നുള്ള ഒരു മൊഴി കൂടി പോലീസിനെ ലഭിച്ചിട്ടുണ്ട്. വിവാഹത്തിന് ശേഷമാണ് അമ്മയ്ക്ക് അത്തരത്തിൽ മാനസിക സംഘർഷം ഉണ്ടായിട്ട്, മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്, പോലീസിന് മനസ്സിലായിട്ടുണ്ട്. അതിൽ തുടർ നടപടികൾ ഉണ്ടാകും. ഈ അമ്മയുടെ മാത്രം ഇൻവോൾവ്മെന്റ് ആണോ, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഈ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചാൽ അച്ഛന്റെ പങ്കെന്താണോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അന്വേഷണം വേണ്ടിവരും. എന്തായാലും വളരെ വളരെ ഞെട്ടിക്കുന്നതായിരുന്നു ഇന്നലെ രാത്രി ആ വാർത്ത കേൾക്കുമ്പോൾ. നമ്മളൊക്കെ ആകെ ഒരു ആശങ്കയിലായിരുന്നു. അമ്മയുടെ കൂടെ പോയ കുഞ്ഞാണ്. ഇടയ്ക്ക് വെച്ച് അമ്മയുടെ ദൃശ്യങ്ങളിൽ ഈ കുഞ്ഞിനെ കാണുന്നില്ല. പിന്നീടൊരു ഓട്ടോ തൊഴിലാളി പറയുന്നു അമ്മയെ മാത്രം വീടിനടുത്ത് കൊണ്ട് ഇറക്കിയെന്ന് പറയുന്നു. അങ്ങനെ പല പല ഘട്ടങ്ങളിലൂടെയാണ് ഇന്നലെ ആ അന്വേഷണം കടന്നുപോയത്. ആ അന്വേഷണത്തിനൊടുവിൽ മൂഴിക്കുളം ഭാഗത്ത് പാലത്തിനടിയിൽ നിന്ന് കുഞ്ഞിൻ്റെ ജീവനില്ലാത്ത ശരീരം കിട്ടുകയായിരുന്നു. രാത്രി ഒരു 2:30 വരെ ഈ തെരച്ചിൽ സജീവമായി. ഒരുപക്ഷെ അസാധാരണ തെരച്ചിലെന്ന് തുടക്കത്തിൽ പറഞ്ഞത് വെറുതെയല്ല. ആദ്യം പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ തെരച്ചിലുണ്ടാവുന്നു, പിന്നെ ഈ നീന്തൽ വിദഗ്ധരായ ആളുകളെ കൊണ്ടുവന്ന് തെരച്ചിൽ നടത്തുന്നു, നാട്ടുകാരും സജീവമായി രംഗത്തുണ്ട്. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ കിട്ടണം എന്നത് മാത്രമായിരുന്നു ആ സമയത്ത് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അത്യന്തം ദാരുണമെന്ന് പറയട്ടെ, കുഞ്ഞിൻ്റെ മൃതദേഹമാണ് 2:30-ഓടെ കിട്ടിയത്. അമ്മ വൈകിട്ട് അംഗൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയ കുഞ്ഞാണ്. അച്ഛൻ്റെ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോൾ
കുഞ്ഞില്ല, അമ്മ മാത്രമാണ് ചെന്നത്. കുഞ്ഞെവിടെയെന്ന് ചോദിച്ചതിന് ആദ്യഘട്ടത്തിൽ പരസ്പര വിരുദ്ധമായ ഒരുപാട് മറുപടികൾ അമ്മ സന്ധ്യ പറഞ്ഞു. തുടർന്ന് പോലീസിന് ആ ഘട്ടത്തിൽ തെരച്ചിൽ പോലും കൃത്യമായി നടത്താൻ കഴിയാത്ത വിധത്തിലായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിലാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞു എന്നൊരു വാക്കമ്മയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. അതേ തുടർന്നാണ് ഈ ഭാഗത്ത് തന്നെ കേന്ദ്രീകരിച്ച് പിന്നീടുള്ള തെരച്ചിൽ നടക്കുന്നത്. ആജ്ഞ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, ഒരു ബസ്സിൽ മിസ്സായി, വേറൊരാളെ ഏൽപ്പിച്ചു, അങ്ങനെ പല പല മൊഴികൾ ആദ്യഘട്ടത്തിൽ സന്ധ്യ കൊടുത്തിരുന്നു. അതൊക്കെ പോലീസ് ആ ഘട്ടത്തിലൊക്കെ പലതിലും അവർക്ക് അങ്ങനെ ഒരു നിർണായകമായ കുറേ സമയം അങ്ങനെയും പോയി. അതിനുശേഷം ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അസാധാരണമായ ഒരു തെരച്ചിൽ, നാട്ടുകാരും പോലീസും നീന്തൽ വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരും എല്ലാവരും എത്തി, ഒരു നാട് മുഴുവൻ ആ രാത്രി ഈ ഭാഗത്തുണ്ടായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും ശ്രീജ, കാരണം ഇത് അറിഞ്ഞു, അതായത് നമ്മൾ ഈ പറയുമ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ വളരെ വ്യാപകമായ ഇതിനുള്ള ക്യാമ്പയിനുകൾ വരെ തുടങ്ങിയിരുന്നു. കുഞ്ഞിനെ കാണാതായിട്ടുണ്ട്, ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ പിങ്ക് ടോപ്പും നീല ജീൻസും ധരിച്ചിട്ടുള്ള കുഞ്ഞാണ്, ആ സമയത്ത് ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ്, ആരെങ്കിലും കാണുകയാണെങ്കിൽ ഇന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് പറ്റുന്ന തരത്തിലൊക്കെ ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ അതിനുള്ള ക്യാമ്പയിൻ അല്ലെങ്കിൽ മെസ്സേജുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും ശ്രീജ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു 1.5 മണിക്കൂറോളം ഇത്തരത്തിൽ അമ്മയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ അമ്മ മൊഴി മാറ്റി മാറ്റി പറയുന്നതനുസരിച്ചിട്ട് പോയി അത്രയും സമയം നഷ്ടപ്പെട്ടു. അത്രയും സമയം കൂടി ഒരുപക്ഷെ ഈ പറഞ്ഞ ഒരു സമയം ആണ് അമ്മ കുഞ്ഞിനെ വെള്ളത്തിലെടുത്തിട്ടെങ്കിൽ അത് എപ്പോഴേ അത് മരിച്ചിട്ടുണ്ടാകുമായിരിക്കാം. പക്ഷേ ഈ പറയുന്ന കുഞ്ഞിനെ രക്ഷിക്കും, നമ്മളൊക്കെ മിസ്സിംഗ് ആണ്, എവിടെന്നെങ്കിലും കല്യാണെ കണ്ടെത്തുമെന്നുള്ള ഒരു ഇതിലേക്ക് നമ്മളൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. ഇന്ന് കിട്ടും നാളെ കിട്ടും, എല്ലാവരുടെയും ആശങ്ക ആ ഭാഗത്തുനിന്ന് കുഞ്ഞുങ്ങളെ കാണാതായതിന്റെ പ്രശ്നങ്ങൾ നേരത്തെ അതുണ്ടാക്കിയിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ആരും മറന്നിട്ടുണ്ടാവില്ല. അത്തരം ഒരു പ്രശ്നത്തിൽ ഒരു കുഞ്ഞിനെ കാണാതായതോടെ അത്രയും ആർജവത്തോടു കൂടിയാണ് നാട്ടുകാർ മുഴുവൻ കുഞ്ഞിനെ തിരയാനായി ഇറങ്ങിയത്, കുഞ്ഞിനെ കണ്ടെത്താനായി ഇറങ്ങിയത്. കുഞ്ഞ് മിസ്സിംഗ് ആണ് എന്നുള്ളൊരു പ്രാഥമിക ബോധത്തോട് കൂട്ടിയിട്ടാണ് അത്തരത്തിലൊരു തെരച്ചിലിന് ഇറങ്ങിയത്. പക്ഷെ അതൊക്കെ വിഫലമാക്കിക്കൊണ്ടാണ് കല്യാണിയെ ഈ പുഴയിലേക്ക് എടുത്തെറിഞ്ഞു എന്ന ഒടുവിൽ അമ്മ പറയുന്നത്. അത് നമ്മുടെ ലൈവിൽ തന്നെ അൻവർ സാദത്ത് ഇന്നലെ പറഞ്ഞിരുന്നു. പക്ഷെ അത്രയും വ്യക്തത വന്നില്ല. പക്ഷെ അതിൽ വ്യക്തത ഉണ്ടോ എന്ന് അറിയില്ല, എനിക്കിവിടെ പറയാൻ പറ്റില്ല എന്ന് ഇന്നലെ പറയാതെ പറഞ്ഞെങ്കിലും ഒടുവിൽ ശരിയാവുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കുഞ്ഞിനെ എടുത്തെറിഞ്ഞത് നേരത്തെയും കുഞ്ഞിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കൊല്ലാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ 2-3 അറ്റംപ്റ്റ് കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒടുവിൽ അമ്മ ഈ കുഞ്ഞിനെ പുഴയിലേക്ക് എടുത്തെറിഞ്ഞ് കൊന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും അമ്മയ്ക്കെതിരെ കൊലപാതക കുറ്റം തന്നെയാണ് ചുമത്തുക. പക്ഷെ ഇവര് ഫാമിലി തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നത് കൊണ്ട് മൃതദേഹം ആർക്ക് വിട്ടുകൊടുക്കും, അത്തരം കാര്യങ്ങളിലൊക്കെ ഇനിയും ചർച്ച ഉണ്ടാകേണ്ടതുണ്ടെന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അറിയിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ വ്യക്തത വരാനുണ്ട്. അച്ഛന്റെ പങ്കെന്താണ്, ഈ അമ്മ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നുവെന്ന് അമ്മയുടെ മൊഴിയുണ്ട്. അതാണ് മാനസികാസ്വാസ്ഥ്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള തരത്തിലുള്ള മൊഴിയുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ടിയിരിക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മാനസികാസ്വാസ്ഥ്യം എന്നുള്ളത് ഒരു മറയാണോ, അതല്ലെങ്കിൽ ബോധത്തോടു കൂടി തന്നെയാണോ അമ്മ ചെയ്തത്, പക കൊണ്ടാണോ അമ്മ ചെയ്തത്, അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലായിരിക്കും നടത്തുക. ഇപ്പോൾ കുഞ്ഞിന്റെ മൃതദേഹമുള്ളത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ് കുഞ്ഞിന്റെ മൃതദേഹമുള്ളത്. അവിടെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരും. പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഈ പുഴയിൽ എടുത്തെറിയുന്നതിന് മുൻപ് തന്നെ അമ്മ കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നിട്ടുണ്ടോ, മറ്റ് ആഘാതങ്ങളൊക്കെ കുഞ്ഞിന് ഉണ്ടായിട്ടുണ്ടോ, അതായത് ഈ പുഴയിൽ എറിഞ്ഞത് മാത്രമാണോ മരണകാരണം എന്നുള്ള മുൻപും അതിന് തൊട്ടു മുൻപ് തന്നെ അമ്മ കുഞ്ഞിനെ കൊല്ലാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരുന്നു, ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനിയും വ്യക്തത വരാനുണ്ട് എന്ന്. ശരി ആജ്ഞ, എന്തായാലും അത്യന്തം ദുഃഖകരമായ ഒരു വാർത്തയോടെയാണ് ഈ ദിവസം തുടങ്ങുന്നത്. അത് ഇന്നലെ രാത്രി മുഴുവൻ പ്രതീക്ഷയോടെ, ഒരു നാട് മുഴുവൻ പ്രതീക്ഷയോടെ തെരഞ്ഞ കുഞ്ഞ് കല്യാണിയുടെ മൃതദേഹമാണ് തിരികെ കിട്ടിയത് എന്ന ദുഃഖവാർത്തയോടെയാണ് അമ്മ
സന്ധ്യയാണ് കുഞ്ഞിനെ പുഴയിലെറിഞ്ഞത്. ഇന്നലെ രാത്രി മുഴുവൻ ഒരു നാട് മുഴുവൻ ഒന്നിച്ചു നിന്ന് ആ കുഞ്ഞിനെ വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയായിരുന്നു. പക്ഷേ 2:30 കുഞ്ഞിൻ്റെ മൃതദേഹമാണ് തിരികെ കിട്ടിയത്. എന്താണ് ഇങ്ങനെയൊരു ദാരുണമായ കൊലപാതകത്തിലേക്ക് അമ്മയെ എത്തിച്ചത്, എന്തൊക്കെയാണ് അതിന് പിന്നിലുണ്ടായ കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് അന്വേഷിച്ച് വരികയാണ്. നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പിന്നീട് മടങ്ങിയെത്താം. ഇപ്പോൾ മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോവാം. കാഞ്ഞിരം കല്ലമല റോഡിൽ വിദേശ മദ്യ ഷോപ്പ് വരുന്നതിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് നാട്ടുകാർ. നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്ത് ബിവറേജസ് ഷോപ്പ് വരാൻ അനുവദിക്കില്ലെന്ന് കാണിച്ച് പ്രദേശവാസികൾ നടത്തിവരുന്ന സമരം 19 ദിവസം പിന്നിടുന്നു. ജനകീയ സമിതി സമരം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിന്റെയും എക്സൈസിന്റെയും സാന്നിധ്യത്തിൽ പ്രവർത്തനം നടത്താൻ ശ്രമം നടത്തിയെങ്കിലും നാട്ടുകാർ അതും തടഞ്ഞു. 5 മീറ്ററിൽ താഴെയാണ് റോഡിന്റെ വീതി എന്ന് പറയുന്നത്. 5 മീറ്റർ താഴെയാണെന്ന് അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. 3.5 മീറ്ററേ ഉള്ളൂ. എന്നാൽ അദ്ദേഹത്തെ ഇവിടുത്തെ രാഷ്ട്രീയ കോപ്രായത്തിലേക്ക് പോകുന്ന പ്രധാന കവാടമായ നിപ ഭീതിയിൽ കഴിയുമ്പോഴും വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് ഇപ്പോഴും സ്വന്തമായൊരു വാഹനം പോലുമില്ല. ദിവസേന 3 കാറുകൾ വാടകയ്ക്ക് ഓടിയാണ് നിപയുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടത്തുന്നത്. വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് MP-ക്കും MLA-ക്കും നഗരസഭാധ്യക്ഷനും നിവേദനം നൽകിയിട്ടും അതിനും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. നിപ്പ വൈറസിന്റെ ആശങ്കയിൽ കഴിയുന്ന വളാഞ്ചേരിയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾക്ക് സഞ്ചരിക്കാൻ വളാഞ്ചേരി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് സ്വന്തമായി വാഹനമില്ല. ഉണ്ടായിരുന്ന വാഹനം 2 വർഷം മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പ് പോളിസിയിൽ ഉൾപ്പെടുത്തി ഓഫ് റോഡാക്കി ഡീകമ്മീഷൻ ചെയ്തിരുന്നു. ഇതിനുശേഷം ഇതുവരെ ആരോഗ്യ കേന്ദ്രത്തിന് സ്വന്തം വാഹനം അനുവദിച്ചിട്ടില്ല. സ്വന്തമായി ഡ്രൈവർ തസ്തിക ഉണ്ടായിട്ട് പോലും വാഹനം അനുവദിക്കാത്തതിന്റെ പേരിൽ നന്നമ്മുക്കിലേക്ക് സ്ഥലം മാറ്റുകയും ചെയ്തു. സ്വന്തം വാഹനം ഇല്ലാത്തതിനാൽ ദിവസേന 3 കാറുകൾ വാടകയ്ക്ക് വിളിച്ചാണ് ആരോഗ്യ കേന്ദ്രത്തിന്റെ ദൈനംദിന കാര്യങ്ങൾക്കായി ഓടുന്നത്. ഇതിനിടയിലാണ് ആരോഗ്യ കേന്ദ്രത്തിന്റെ പരിധിയിൽ നിപ്പ രോഗബാധയും സ്ഥിരീകരിച്ചത്. ഇതോടെ വാഹനം വലിയ പ്രതിസന്ധിയായി. തുടർന്ന് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയുടെ വാഹനം കൂടി എത്തിച്ചാണ് ആരോഗ്യ സർവേ അടക്കമുള്ള പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്താനായത്. അതേസമയം ദിവസേന 2 കാറുകൾ വാടകയ്ക്കെടുക്കുന്നത് സർക്കാരിന് ഭീമമായ സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കും. പ്രതിമാസം ഒരു നിശ്ചിത ഏറ്റവും കുറഞ്ഞ നിരക്ക് കൊട്ടേഷൻ വിളിച്ച് അതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന വാഹനം പ്രതിമാസത്തിന് വാടകയ്ക്കെടുക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ നിലപാട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പരിരക്ഷയുടെ യൂണിറ്റ് 2 യൂണിറ്റ് അടക്കം PSCക്കുമായിട്ട് 3 വാഹനങ്ങൾ ഇപ്പോൾ നഗരസഭയുടെ PSCയിൽ ഉണ്ട്. അതിൻ്റെ വാടക നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്നാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അത് മുന്നോട്ട് പോകുന്നത്. 2023 കേന്ദ്ര സർക്കാരിന്റെ സ്ക്രാപ്പ് പോളിസി പ്രകാരമാണ് 15 വർഷത്തിലധികം പഴക്കമുള്ള സർക്കാർ വാഹനങ്ങൾ ഓഫ് റോഡായി പ്രഖ്യാപിച്ച് ഡീകമ്മീഷൻ ചെയ്തത്. ഇതിനുശേഷം മലപ്പുറം ജില്ലയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങളിലേക്കെല്ലാം പുതിയ വാഹനങ്ങൾ അനുവദിച്ചപ്പോഴും വളാഞ്ചേരിക്ക് മാത്രം വാഹനം നൽകിയില്ല. MP-ക്കും MLA-ക്കും നഗരസഭാ അധ്യക്ഷനുമടക്കം നിവേദനം നൽകിയെങ്കിലും എല്ലാം വെള്ളത്തിൽ വരച്ച വരയായി. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും വളാഞ്ചേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തോട് ചിറ്റമ്മ നയമാണ് തുടരുന്നത്. ന്യൂസ് 18 തിരൂർ. അത്യാധുനിക സംവിധാനങ്ങളോടെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും വലിയ കുടുംബാരോഗ്യ കേന്ദ്രം മുതുതലയിൽ യാഥാർത്ഥ്യമായി. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. 2 കോടി രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ ഏറെ പരിമിതിക്കുള്ളിൽ പ്രവർത്തിച്ചിരുന്ന മുതുമല പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് 2 കോടി ചെലവിലാണ് മികച്ച സൗകര്യത്തോടുള്ള കെട്ടിടം നിർമ്മിച്ചത്. അത്യാധുനിക രീതിയിൽ സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ആധുനിക സംവിധാനങ്ങളും ചികിത്സാ സൗകര്യങ്ങളുമാണ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഒരുക്കിയത്. ഇതോടെ ജില്ലയിലെ ഏറ്റവും വലിയ പ്രാഥമിക ആരോഗ്യ കേന്ദ്രമായി മുതുമല ആരോഗ്യ കേന്ദ്രം മാറി. MLA ഫണ്ടിലെ 2 കോടി രൂപയോടൊപ്പം മുതുമല ഗ്രാമപഞ്ചായത്തിന്റെ 23 ലക്ഷവും ആരോഗ്യവകുപ്പിന്റെ 16 ലക്ഷം രൂപയും പദ്ധതിക്ക് വകയിരുത്തി. ജനങ്ങളുടെ സജീവ പങ്കാളിത്തത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. ഇന്ന് സംസ്ഥാനത്തെ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള എല്ലായിടത്തും കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുന്നിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണമാണ് കുടുംബാരോഗ്യ കേന്ദ്രം എന്നതിന്റെ അർത്ഥം കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ളതാണ്. ഇവിടുത്തെ ഡോക്ടർ
നമ്മളെ നേരിട്ടറിയും, നമ്മുടെ കുടുംബാംഗങ്ങളെ അറിയും. നമ്മളൊരു പനി ഉണ്ടായാൽ, നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടായാൽ നമ്മൾ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്കോ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കോ ഒന്നും പോകണ്ട. ഇവിടെ വരാം, ഇവിടെ വന്ന് ഡോക്ടറെ കാണാം. 8000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് നിർമ്മാണം. OP, ഡോക്ടർ റൂമുകൾ, ഫാർമസി, ലബോറട്ടറി, മിനി ഓപ്പറേഷൻ തിയേറ്റർ, ഒബ്സർവേഷൻ റൂം, കോൺഫറൻസ് ഹാൾ തുടങ്ങിയവയാണ് കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. PWD കെട്ടിട വിഭാഗത്തിന്റെ മേൽനോട്ടത്തിലായിരുന്നു നിർമ്മാണം. ന്യൂസ് 18 പാലക്കാട്. ആധുനിക സൗകര്യങ്ങളോടെ തൃത്താല സർക്കാർ ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. 12.5 കോടി രൂപ വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പിനാണ് കെട്ടിട നിർമ്മാണ ചുമതല. 2 നിലകളിലായി നിർമ്മിക്കുന്ന 2446 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള പുതിയ കെട്ടിടത്തിൽ കൂടാതെ ഒബ്സർവേഷൻ റൂം, ജീവനക്കാർക്കായി വിശ്രമമുറി, AH ക്ലിനിക്ക്, ഫീഡിംഗ് റൂം, വെൽനസ് ഏരിയ, സ്പെഷ്യൽ ക്ലിനിക്ക്, ഡെന്റൽ ലാബ്, ഡ്രസ്സിംഗ് റൂം, വിഷൻ ടെസ്റ്റിംഗ് റൂം, വാക്സിനേഷൻ റൂം, ലിഫ്റ്റ് തുടങ്ങിയവ പുതിയ കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആശുപത്രിയുടെ ചുറ്റുമതിൽ, ഗേറ്റ് എന്നിവ പൂർത്തിയാക്കാനുണ്ട്. നിലവിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രമായാണ് പ്രവർത്തിക്കുന്നത്. പട്ടിത്തറ, പരുതൂർ, തൃത്താല പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആശ്രയിക്കുന്ന ചികിത്സാ കേന്ദ്രമാണ് ഇവിടം. ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ തൃത്താല സർക്കാർ ആശുപത്രി നവീകരിച്ച് 2025 ഡിസംബർ മാസത്തോടെ ഉദ്ഘാടനം ചെയ്യാനാണ് ലക്ഷ്യം. ന്യൂസ് 18 തൃത്താല. സഹജീവികളോടുള്ള കാരുണ്യവും സ്നേഹവുമാണ് ദേവിക്കുള്ള ഏറ്റവും വലിയ വഴിപാടെന്ന തിരിച്ചറിവിൽ കാരുണ്യോത്സവം നടത്തുന്ന ഒരു ക്ഷേത്രമുണ്ട് കൊല്ലം കൊട്ടാരക്കരയിൽ. ഉത്സവങ്ങളുടെ ആർഭാടം ഒഴിവാക്കി സ്വരുക്കൂട്ടിയ തുക നിർധനരായ കിടപ്പ് രോഗികൾക്ക് നൽകുകയാണ് ക്ഷേത്രത്തിന്റെ ഭരണസമിതി. വനിതാ കൂട്ടായ്മയിലൂടെയാണ് അമ്മൂമ്മക്കാവ് ദേവി ക്ഷേത്ര ഭരണസമിതി പ്രവർത്തിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് S വിനീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആർഭാടങ്ങളെല്ലാം ഒഴിവാക്കി ഒരു ഉത്സവം എങ്ങനെ കെങ്കേമമാക്കി നടത്താം എന്ന് കാട്ടിത്തിരിക്കുകയാണ് കൊട്ടാരക്കര അമ്മൂമ്മക്കാവിലെ ക്ഷേത്രോപദേശക ഭരണസമിതി. 4.5 ലക്ഷം രൂപ സ്വരുക്കൂട്ടി കാരുണ്യവർഷം എന്ന പേരിൽ നിർധനരായ രോഗികൾക്കാണ് ഇവർ നൽകുന്നത്. 30 ലക്ഷത്തോളം രൂപയാണ് രോഗശയ്യയിൽ കിടക്കുന്ന രോഗികൾക്ക് കൊട്ടാരക്കര അമ്മൂമ്മക്കാവ് ഇതുവരെ നൽകിയത്. 10 വർഷക്കാലമായി ക്ഷേത്രോത്സവം കാരുണ്യോത്സവമായിട്ടാണ് നടത്തിവരുന്നത്. ക്ഷേത്ര പരിസരങ്ങളിലെ വീടുകളിൽ വയ്ക്കുന്ന ചെറുവഞ്ചിപ്പെട്ടികളിൽ നിറയുന്ന പണവും സുമനസ്സുകളുടെ സഹായവുമാണ് കാരുണ്യോത്സവത്തിന് കരുത്ത് പകരുന്നത്. ഈ വർഷം നമ്മൾ കൊടുക്കുന്നത് 35 പേർക്കുള്ളതാണ്. ഏകദേശം 4.5 ലക്ഷം രൂപയോളമാണ് ഞങ്ങൾ ഇത്തവണ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊടുത്ത 5,10,000 ഇത്തവണ നമ്മൾ ഏകദേശം 4.5 ലക്ഷം രൂപയോളമാണ് നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇത്തവണ എല്ലാവർക്കും തന്നെ വൈദ്യസഹായമായിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സഹായത്തിനുള്ള ഇത് വേണം. പക്ഷേ അതിനുള്ള അപേക്ഷകളെല്ലാം വന്നിട്ട് ശരിയായിട്ടുള്ള അപേക്ഷകൾ കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിദ്യാഭ്യാസ സഹായത്തിന് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോഴത്തേക്ക് നമ്മൾ 35 പേർക്കോളം വൈദ്യസഹായമാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് മൊത്തം 50 അപേക്ഷകളും വന്നിട്ടുണ്ടായിരുന്നു. ആ ഓരോ വ്യക്തികളുടെയും വീടുകളിൽ നമ്മൾ സന്ദർശിച്ചു. കാര്യം ഞങ്ങൾ ഏകദേശം ഈ എല്ലാ വീടുകളും സന്ദർശിച്ചെത്താൻ വേണ്ടി 3 ദിവസത്തോളം എടുത്തിരുന്നു. കാര്യം ആ വീട്ടിൽ ചെന്നതിന് ശേഷം അവരുടെ പരിതസ്ഥിതികളും എല്ലാം നമ്മൾ നോക്കി, അവരുടെ അവസ്ഥകളും നോക്കി, അതിന് ശേഷമാണ് ട്രസ്റ്റ് ഡോക്ടറുമായിട്ടൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് കൊടുക്കാനുള്ള എമൗണ്ട് നിശ്ചയിച്ചത്. ഈ കാരുണ്യ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് നമുക്ക് അതിയായ സന്തോഷമുണ്ട്. അതേപോലെ ചാരിതാർത്ഥ്യമുണ്ട്. ഇദ്ദേഹത്തെ തുടർന്ന് പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ട്. ശരിക്കും നാടിൻ്റെ ഒരു കൂട്ടായ്മ അല്ലേ? പിന്നെ അതെ, നാട്ടിൽ നല്ലൊരു കൂട്ടായ്മയാണ്. ഞങ്ങൾ ഒരുപാട് പേർക്ക് സഹായം 10 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും കുറച്ച് നാൾ കൊണ്ട് ഇതിൻ്റെ പിന്നിലാണല്ലോ നിങ്ങളെല്ലാവരും. കുറച്ച് നാൾ കൊണ്ട് ഇതിൻ്റെ പുറകിലായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും പിരിവിനും മറ്റു കാര്യങ്ങൾക്കായിട്ട് എല്ലാവരും കൂട്ടായ്മയോട് കൂടി തന്നെ മുമ്പോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ നല്ല സന്തോഷം. ഇന്ന് ഒരുപാട് പേർക്ക് നമ്മൾ സഹായം നൽകുന്നുണ്ട്. അതിൻ്റെ ഒരു വലിയൊരു സന്തോഷമാണ്. അതിൻ്റെ ഒരു പ്രവൃത്തിയിലും അതിൻ്റെ ഒരു പ്രിപ്പറേഷൻസിലുമാണ് നമ്മളിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഇപ്പോൾ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അവരെ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സാമ്പത്തികമായിട്ട് വളരെ കുറവുള്ളൊരു ക്ഷേത്രമാണ്. മാസത്തിൽ ഒരിക്കൽ തുറക്കുന്നേ ഉള്ളൂ. വൈകിട്ട് ക്ഷേത്രത്തിൽ സംസാരിക സമ്മേളനമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ആ സമയത്താണ് ചെക്ക് വിതരണം ചെയ്യുന്നത്. നമ്മുടെ മന്ത്രി ബാലകൃഷ്ണൻ സാറാണ് ചെക്ക് വിതരണം, ആദ്യം വിതരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് അഡ്വക്കേറ്റ് അനിൽകുമാർ സാറ്, പിന്നെ ചെയർമാൻ, പിന്നെ നമ്മുടെ മെമ്പർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രം ട്രസ്റ്റ്, തിരുമേനി എന്നുള്ള എല്ലാ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് എല്ലാവരെയും നമ്മൾ ആ സമയത്ത് ക്ഷണിക്കുകയാണ്. കാതടപ്പിക്കുന്ന ശബ്ദ സൗകര്യങ്ങളും അതുപോലെ തന്നെ കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റ് സിസ്റ്റങ്ങളും എല്ലാം വെച്ച് ഉത്സവങ്ങൾ കെങ്കേമമാക്കാൻ മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാട്ടുകാർക്ക് വലിയ രീതിയിൽ മാതൃകയായി മാറിയിരിക്കുകയാണ് കൊട്ടാരക്കരയിൽ പ്രവർത്തിക്കുന്ന അമ്മൂമ്മക്കാവ് ഭരണസമിതി. S വിനീഷ്, ന്യൂസ് 18 കൊട്ടാരക്കര. മധ്യവേനൽ അവധി ആഘോഷിക്കാൻ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഇനിയിപ്പോൾ വെക്കേഷൻ തീരാൻ അധിക സമയമൊന്നും ഇല്ലല്ലോ. സഞ്ചാരികൾ കൂടുതലായി എത്തുന്നതോടെ മൂന്നാറിൽ ഗതാഗത കുരുക്കും രൂക്ഷമായി. മണിക്കൂറുകളോളം ഗതാഗത കുരുക്കിൽ യാത്രക്കാർ വലയുകയാണിപ്പോൾ.
അവധിക്കാലം ആഘോഷമാക്കാൻ ഇടുക്കിയിലേക്ക് സഞ്ചാരികൾ ഒഴുകുകയാണ്. മൂന്നാറിലെ കുളിരും കാഴ്ചയും തേടിയെത്തുന്നവരെ വലയ്ക്കുന്നത് ഗതാഗതക്കുരുക്കാണ്. സഞ്ചാരികളടക്കം ദീർഘനേരം ഗതാഗതക്കുരുക്കിലകപ്പെടും. മൂന്നാർ മാട്ടുപ്പെട്ടി റൂട്ടിലും മറയൂർ റൂട്ടിലും മൂന്നാർ ടൗണിലും തിരക്ക് വർദ്ധിച്ചാൽ കിലോമീറ്ററുകൾ നീളുന്ന ഗതാഗതക്കുരുക്കുണ്ടാകും. എല്ലാവരും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാന്ന് പറയുമെങ്കിലും സിസ്റ്റമാറ്റിക് ഇല്ല, വാക്കുകൊണ്ട് മാത്രമേ ഉള്ളൂ. നമുക്ക് ഇതുപോലെ വന്ന് ടൂറിസം ശരിക്കും വരുന്നുണ്ട് കേരളത്തിൽ. പക്ഷേ ഈ വരുന്ന ഗസ്റ്റ് പിന്നീട് നമുക്ക് റിപ്പീറ്റായി ഒട്ട് വരണമെങ്കിൽ അവർക്ക് നല്ല ഫീഡ്ബാക്ക് അവരുടെ കിട്ടിയെങ്കിൽ മാത്രമാണ് ടൂറിസം ഇവിടെ വളരുള്ളൂ. വാക്കുകൊണ്ട് വളർന്നിട്ട് കാര്യമില്ല, പക്ഷേ പ്രവൃത്തി നമ്മൾ കാഴ്ചവെക്കണം. എല്ലാവരും ഇങ്ങനെ പറയും ഇപ്പോൾ ചെയ്യാം A to Z എന്ത് കേസിലും. ഇപ്പോൾ മൂന്നാർ പോകുന്നു, ഇപ്പോൾ ഒരു നല്ല റെസ്റ്റോറൻറ്റിലൊരു പാർക്കിംഗ് നടക്കുന്നു, പാർക്കിംഗ് ഇല്ല. ഇന്ന് നിങ്ങൾ മാട്ടുപ്പെട്ടി റൂട്ട് നിങ്ങൾ പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അറ്റ്ലീസ്റ്റ് ഒരു 200-300 ബസ് കയറിയിട്ടുണ്ട്. ഈ ബസ് അവിടെ കൊണ്ട് പാർക്ക് ചെയ്യും. ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങളടക്കം ബ്ലോക്കിൽ പെടുന്നുണ്ട്. மூணாறில் போஸ்ட் ஆஃபீஸ் ஸ்டாண்டில் ஆட்டோ ஓட்டுறேன் நான். இங்கே வந்துட்டு கெஸ்ட்டு வருஷத்தில் எப்படினாச்சும் சீசன் வந்துடுது, அதனால் பயங்கர டிராஃபிக் ஆகுது. பின்ன எதனாச்சும் எமர்ஜென்சி ஆம்புலன்ஸ் வந்துச்சுன்னா போகிறதுக்கு வழி இல்லை. டிராஃபிக்கில் போகிறதுக்குள்ளே ஆள் எங்கேனாச்சும் போகிற வழியிலே அவுட் ஆயிடுது. பயங்கர டிராஃபிக்காக இருக்குது. அது பார்க்கிங் வசதி இல்லை. மூணாறில் ஒன்றாவது பார்க்கிங் வசதி இல்லை. வர கெஸ்ட்டுக்காக இருந்தாலும் சரி, லோக்கலுக்காக இருந்தாலும் சரி, வர்றதுக்கு வண்டி போடுறதுக்கு பார்க்கிங் വസതി ഇല്ല. ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുന്ന ഘട്ടത്തിൽ ഓട്ടോയ്ക്കും ടാക്സിക്കും സർവീസ് നടത്താനാകുന്നില്ലെന്നും പരാതി. ടൂറിസം മേഖലയെ മാത്രം ആശ്രയിച്ച് 10,000-കണക്കിന് ആളുകളാണ് ഉപജീവനം നടത്തുന്നത്. പലവട്ടം ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. പക്ഷേ ഇവയൊന്നും ഫലപ്രദമായില്ലെന്നാണ് ആക്ഷേപം. ആയിരങ്ങൾ വന്നു പോകുന്ന മൂന്നാറിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരമില്ലെങ്കിൽ അത് വിനോദസഞ്ചാര മേഖലയെയും പ്രതികൂലമായി ബാധിക്കും. ന്യൂസ് 18 മൂന്നാർ. ഇനി നമ്മൾ മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. മറ്റു വാർത്തകളിലേക്ക് പോകും മുൻപ് ഒരിടവേളയിൽ നമുക്ക് കാണാം നല്ല വാക്ക്.